ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൻഫുഡ് സ്റ്റോറീസ്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമായിട്ട് നല്ല സന്തോഷമായിട്ട് ഇരിക്കണം വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ നമ്മളും ഇവിടെ സുഖമായിട്ട് നല്ല സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ലോങ് വീഡിയോ വിടാ വെജ് ബിരിയാണിൻ്റെയാണ് ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി വിട്ട സമയത്ത്. അപ്പോൾ ലോങ് വീഡിയോ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് വ്യൂസ് വളരെ വളരെ കുറവാണ് കേട്ടോ. അത്രമാത്രം നമ്മൾ കഷ്ടപ്പെട്ടിട്ട് നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു കുറഞ്ഞ ശതമാനെങ്കിലും ഒരു ഇതില്ലാതാവുമ്പോൾ പിന്നെ നമുക്ക് ഇങ്ങോട്ട് ചടച്ച് പോവുകയാണ്. അപ്പോൾ ഞാൻ എന്നെ തന്നെ ഒന്ന് ലെവലാക്കി എടുത്തിട്ട് സാരമില്ല, വീഡിയോ വ്യൂസ് ഉണ്ടാവുമ്പോൾ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. പുതിയ വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും കൂടി മറന്നു പോകല്ലേ. അപ്പോൾ ഈ ഒരു വെജ് ബിരിയാണിൻ്റെ റെസിപ്പി നമുക്ക് വീട്ടിലായാലും അതുപോലെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനൊക്കെ നല്ലൊരു മസാലയൊന്നും ഇല്ലാത്ത അടിപൊളി വെജ് ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ. ഇന്ന് പതിവിലും നേരത്തെ ഞാൻ കിച്ചണിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. 4:45 എണീറ്റപ്പോൾ തന്നെ. അപ്പോൾ വേഗം നിസ്കാരം നമ്മുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് ഞാൻ ഇന്ന് നേരത്തെ തന്നെ കിച്ചണിൽ ഇറങ്ങി. ഇന്ന് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചു. അപ്പോൾ ആ കൂട്ടത്തിൽ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഗോതമ്പ് നുറുക്കും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വീഡിയോ എടുക്കണ ഇതായതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിക്കോട്ടെ എന്ന് കരുതി. പിന്നെ ഇതങ്ങനെ എപ്പോഴും ഉണ്ടാക്കാറില്ല, അതുകൊണ്ടാണ് കേട്ടോ എടുത്ത് വെച്ചത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇന്ന് ലഞ്ചിന് വെജ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ അതും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ 2 സേലമാങ്ങയും പുറത്തേക്ക് എടുത്ത് വെച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ അച്ചാറിടാൻ കൊണ്ടുവന്ന മാങ്ങയുണ്ട്. അപ്പോൾ 3 ഉണ്ടായത് കൊണ്ടപ്പോൾ ഇപ്പോൾ 2 ബാക്കിയുള്ളൂ. കുട്ടികളെ പറയേണ്ട, ഞാനും ഈ ഒരു പുളിയും മധുരം കൊണ്ടുള്ള മാങ്ങ കിട്ടിയാൽ പിന്നെ വിടൂല, വയറ് നിറച്ച് കഴിക്കുമെന്ന് പറഞ്ഞ പോലെയാണ്. അത്രക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇനിയും വേണം പേടിക്കാം. അപ്പോൾ ഇനി 3 ഉള്ളത് 2 ഇപ്പോൾ 2 ഉള്ളത് 1 ആവാനാണ് സാധ്യത. അപ്പോൾ അത് മുന്നേ കുട്ടി കണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അച്ചാറിട്ട് വെക്കാമെന്ന് കരുതി. അച്ചാറിട്ടാലും പെട്ടെന്ന് കാലിയാവും. മാങ്ങാച്ചാർ ഇവിടെ നല്ല ഇഷ്ടമാണ് കുട്ടികൾക്കും എനിക്കൊക്കെ. പിന്നെ നമ്മൾ വീട്ടിലിടുന്ന അച്ചാറായതുകൊണ്ട് വിശ്വസിച്ച് കഴിക്കാനും പറ്റുമല്ലോ. അപ്പോൾ അത് പുറത്തേക്ക് എടുത്ത് വെച്ചാലല്ലേ കണ്ണ് പെടുള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ അതൊന്നും എടുത്ത് വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ വീട്ടിൽ ഹോംമെയ്ഡായിട്ട് എടുത്ത് വെക്കുന്ന അച്ചാറിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ലിങ്ക് വേണ്ടവർക്ക് വേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് കോളിഫ്ലവർ തിളപ്പിച്ചൂറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും പുറത്തേക്ക് എടുത്ത് വെച്ചു. പിന്നെ ഞാനൊരു 1/2 കിലോ ബിരിയാണി അരി കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു അരമണിക്കൂറൊക്കെ മതി. അപ്പോഴത്തേനും ഞാനിത് അവിടെ വെച്ച വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നെയ്ച്ചോറ്റിനുള്ള ഗരം മസാല, പിന്നെ ഒരു അരമുറി നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അരിയൊക്കെ ഇട്ട് വെന്ത് ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അരി വാങ്ങിക്കുമ്പോൾ നല്ല അരി നോക്കിയിട്ട് വാങ്ങിക്കട്ടോ, അതാവും നന്നാവും. ഞാൻ ഇവിടെ ജോക്കർ എന്ന് പറഞ്ഞ അരിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് കുറച്ച് വെജിറ്റബിൾ ഓയിൽ, അതായത് ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ താഴെ ജീരകമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3 കഷ്ണം ഇഞ്ചി, ഒരു 8 അല്ലി വെളുത്തുള്ളി, അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ളത് തന്നെയാണ് കേട്ടോ. ഒരു ഇഞ്ചിയിലും കുറച്ച് കൂടുതലായിട്ട് നമുക്ക് വെളുത്തുള്ളി നിൽക്കണം, അതിനാണ് ഞാനിങ്ങനെ ഒരു അളവ് പറഞ്ഞു തന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചതച്ചത്, പിന്നെ എരിവിന് വേണ്ട പച്ചമുളക് നിങ്ങൾ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിൽക്കൊരു സാധനം കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മുടെ മല്ലിയിലൻ്റെ വേരുണ്ടല്ലോ, വേര് ഭാഗം, അത് നല്ലോണം കഴുകിയെടുത്തിട്ട് ഞാൻ അതും കൂടെ അതിൽ ചേർത്തിട്ട് അതും കൂടെ ചതച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചേർത്തെടുക്കുമ്പം വേറൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം പിന്നെ എന്താ, ഞാൻ കുറച്ച് കറിവേപ്പിനെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്താൽ അതിൻ്റെ രുചിയും കൂടെ ഉണ്ടാവും. പിന്നെ ഒരു വലിയ സവാള ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലോണം വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു തക്കാളിയും കൂടെ ചേർത്ത് അതും കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് ചെറുതാക്കി മുറിച്ചിട്ട് അതും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4-5 ബീൻസ് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതും എടുത്തിട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കളറിന് വേണ്ട മഞ്ഞൾപ്പൊടി, അത് നിർബന്ധമല്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അരമുറി നാരങ്ങ നീര്, ഇതിന് പകരം നിങ്ങൾക്ക് തൈര് ഉണ്ടെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു അരമുറി നാരങ്ങ നീരും 1 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. അങ്ങനെ വീണ്ടും നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് കോളിഫ്ലവർ ചെറുതാക്കി ഇതളാക്കി മുറിച്ചത് ഒരു 5-8 എണ്ണം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേവിച്ച ഗ്രീൻ പീസാണ്, ഒരു 1/4 കപ്പ് ഗ്രീൻ പീസ് കുതിർത്തിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, പുതിനയില, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. കൂടുതൽ ചേർത്ത് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ, ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കുരുമുളക് എപ്പോഴും എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് വെജിറ്റബിൾസ് ഒരു 90% വെന്തിരിക്കണം കേട്ടോ. അങ്ങനെ നല്ലോണം വഴറ്റി വേവിച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ചിട്ട് നമുക്ക്
ഈ വേവിച്ച വെജിറ്റബിൾസ് ഉണ്ടല്ലോ അതൊന്ന് മാറ്റിയിട്ട് നമുക്ക് ദം ചെയ്യാനുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കുക. ഒരു അടികട്ടിയുള്ള പാത്രമാണെങ്കിൽ ഏറ്റവും നന്നാവും കേട്ടോ. അങ്ങനെ അതും വെച്ച് കൊടുത്തിട്ടേക്ക് ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച വെജിറ്റബിൾസ് ഫുള്ളും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വയറ്റാൻ എളുപ്പത്തിനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ഫ്രൈ പാൻ ഉപയോഗിച്ചത്. അങ്ങനെ അതിക്ക് നമ്മൾ വേവിച്ച വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്യാരറ്റ് പൊടിയായി എരിഞ്ഞത്, അതുപോലെ മല്ലിയില, പുതിനയില, ഗരം മസാല, പിന്നെ റോസ് എസൻസ് ഉണ്ടെങ്കിൽ നിങ്ങളെ കയ്യിലുണ്ട് വെച്ചെങ്കിൽ അതും ഒരു 3-4 ഡ്രോപ്പ് ഒഴിച്ച് കൊടുത്താൽ അത് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ നമ്മുടെ ബിരിയാണിക്ക്. അതൊക്കെ നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ പിന്നെ മാറിയിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ സാധാ ബിരിയാണി ദം ചെയ്യൂലേ അതേ സെയിമാണ്. അപ്പോൾ അതുപോലെ ചെയ്തിട്ട് നമുക്ക് ഒരു 1-2 മണിക്കൂർ ദം ചെയ്തെടുക്കാം. അത്രക്കും രുചി കൂടേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു 1/2 മണിക്കൂറോ 1 മണിക്കൂർ കൊണ്ട് എടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ 2 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നന്നാവും, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ദമ്മിടൽ പരിപാടിയൊക്കെ ഇവിടെ ലാസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ലോണം അടച്ചുറപ്പിൽ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അങ്ങനെ 1-2 മണിക്കൂർ കൊണ്ട് നമുക്ക് വെജ് ബിരിയാണി സെർവ് ചെയ്യാൻ പാകം. ഇപ്പോൾ നല്ല ഈസിയും നല്ല ടേസ്റ്റും ആയിട്ടുള്ളൊരു വെജ് ബിരിയാണിയാണ്. കൂടുതൽ മസാലയോ ഒന്നുമില്ല. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക, ഇല്ലാത്ത വെജിറ്റബിൾസ് ഒഴിവാക്കാൻ. എനിക്ക് കിട്ടുന്ന വെജിറ്റബിൾസാണ് ഇപ്പോൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ലാസ്റ്റ് വീണ്ടും കുറച്ചും കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാകും കൂടുതൽ ചേർത്ത് കൊടുത്താൽ. കൂടുതലായാലും ഒരു പരിധി വേണം കേട്ടോ. കൂടുതലെന്ന് പറഞ്ഞത് ഞാൻ ടേസ്റ്റിനനുസരിച്ചുള്ള കൂടുതൽ ഞാൻ ഉദ്ദേശിച്ചത്, അല്ല ഒരുപാട് ചേർത്ത് കൊടുക്കുക എന്നുള്ളതല്ല. അങ്ങനെ നമ്മുടെ ദമ്മിടൽ പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞു. ഇനി 1-2 മണിക്കൂറിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാൻ പാകമാവും. അപ്പോൾ നല്ല ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ. അതുപോലെ തന്നെ കുട്ടികൾക്ക് ടിഫിൻ ബോക്സ് അല്ല, കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് ആയിട്ട് കൊടുത്തു വിടാനും, അതുപോലെ നമുക്ക് ലഞ്ചിനായാലും, അതുപോലെ ഇനി ഡിന്നറിനായാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ കൂടുതൽ മസാലസ് ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല. ജസ്റ്റ് ഒരു ഫ്രൈ ചെയ്ത ചിക്കനോ അല്ലെങ്കിൽ ഒരു അച്ചാറോ പപ്പടോ തൈര് സലാഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വെജ് ബിരിയാണി നല്ല ഉഷാറായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ ഞാൻ ഒന്നും കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അടുത്ത നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.